സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും വികസനത്തിന് മുൻഗണന നൽകി VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. സ്വകാര്യ ബസുകൾക്ക് നികുതി ഇളവ്. സ്വകാര്യ മേഖലയ്ക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് സർക്കാരിന് വെല്ലുവിളിയായേക്കും. തൃശൂരിൽ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ സംഗീത അക്കാദമിക്ക് 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ജോൺസൺ ഫൗണ്ടേഷൻ. മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. ഭാര്യയെ മർദ്ദിച്ച കേസിൽ BJP തൃശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ രാജിവെച്ചു. BJP സംസ്ഥാന അധ്യക്ഷനാണ് രാജിക്കത്ത് അയച്ചത്. മർദ്ദനക്കേസിൽ ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 2 മരണം. ഒരുമനയൂരിലും കൊടുങ്ങല്ലൂരിലും സ്കൂട്ടർ യാത്രികർക്ക് ദാരുണാന്ത്യം. ജില്ലയിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി പഴയ കെട്ടിടങ്ങൾ. തൃശൂർ കോർപ്പറേഷനിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയില്ല. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ഉജ്ജ്വല വിജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്ക് ഖത്തറിനെ തകർത്ത് കാനഡ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. മിഷൻ സമുദ്ര എന്ന പേരിൽ 400 കോടി രൂപ നീക്കിവെച്ച് കേരളത്തെ പോർട്ട് സിറ്റിയാക്കും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ നീക്കിവെക്കും. സ്വകാര്യ ബസ്സുകൾക്ക് ത്രൈമാസ നികുതിയിൽ 50% ഇളവ് നൽകും. വയോജനങ്ങളെ സംരക്ഷിക്കാനായി വയോജന വകുപ്പിന് 10 കോടി രൂപ നൽകും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ നീക്കിവെക്കും. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കും. കശുവണ്ടി മേഖലയിൽ സമഗ്ര പാക്കേജ്, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യം എന്നിവ നടപ്പാക്കും. സർക്കാർ ജീവനക്കാർക്ക് DA മുടക്കമില്ലാതെ നൽകും. പെൻഷൻ പദ്ധതി പരിഷ്കരിക്കും. മെഡിസെപ്പ് പരിഷ്കരിക്കും. പങ്കാളിത്ത പെൻഷനിൽ മാറ്റം വരുത്തും. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകും. ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192.2 കോടി രൂപ വകയിരുത്തും. മലയാളം AI സംരംഭത്തിന് 10 കോടി രൂപ നൽകും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി, പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം, മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ സർക്കാർ വേതനം എന്നിവ ലഭ്യമാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ഇതിനായി ക്ഷീരമേഖലയ്ക്ക് 102.88 കോടി രൂപ അനുവദിക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ അനുവദിക്കും. അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഓണറേറിയത്തിനായി 66.2 കോടി രൂപ നീക്കിവെക്കും. ആസൂത്രണ ബോർഡിനെ തിങ്ക് ടാങ്കായി പുനഃസംഘടിപ്പിക്കും. ജെൻസി ആൻഡ് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടി രൂപ നൽകും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയവും ലാൻഡ് ബാങ്കും രൂപീകരിക്കും. ഭൂപരിഷ്കരണം 2 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായി മാറ്റം വരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടി രൂപ അനുവദിക്കും. ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബിന് 200 കോടി രൂപ നൽകും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കാനായി പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ മുൻനിരയിലുള്ള വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കും. തൊഴിൽ മേഖലാ പദ്ധതിക്കായി 2 കോടി വകയിരുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ രൂപീകരിക്കും. കൊച്ചി വിമാനത്താവളത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ സ്ഥാപിക്കും. കോളേജുകളിലെ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആപ്പ് ഉണ്ടാക്കും. അടുത്ത 5 വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ ദിശാസൂചികയാണ് ബജറ്റെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. TCV തൃശൂർ. വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സംസ്ഥാന ബജറ്റ് സ്വകാര്യ മേഖലയ്ക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നു. അതേസമയം വിസ്മയങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവരെ നിരാശരാക്കുകയും ചെയ്യുന്നു.
സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ വൻ കുറവാണ് രേഖപ്പെടുത്തിയതെന്ന് ആമുഖമായി വ്യക്തമാക്കിയാണ് വി ഡി സതീശൻ ബജറ്റ് അവതരിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ബജറ്റ് പ്രഖ്യാപിക്കുന്നു. നിലവിൽ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയും ഉൾപ്പെടെ സർക്കാരിന് മേലുള്ള ആകെ സാമ്പത്തിക ബാധ്യത 87,012 കോടി രൂപയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരെ ബജറ്റിൽ കാര്യമായി പരിഗണിച്ചില്ല. ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് പരിഷ്കരിക്കുമെന്നല്ലാതെ മറ്റു പ്രഖ്യാപനങ്ങളില്ല. എന്നാൽ പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. അതേസമയം ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ചും വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനെക്കുറിച്ചും പരാമർശമുണ്ടായില്ല. DA കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യത്തിലും മൗനം. സ്വകാര്യ ബസ്സുകൾക്ക് 50% നികുതി ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും ഉടമകൾ തൃപ്തരല്ല. അതേസമയം 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലെ 5% റോഡ് നികുതി 3% കുറച്ചു. ഇതിലൂടെ സാധാരണ കുടുംബങ്ങൾക്കും മധ്യവർഗ ഉപഭോക്താക്കൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ സുലഭമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. യുവജനങ്ങൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വയോജനങ്ങൾക്ക് കൈത്താങ്ങാകാനുമുള്ള ദിശാസൂചികകൾ ബജറ്റിലുണ്ട്. ജെൻസി തലമുറയെയും ബജറ്റിൽ പരിഗണിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തേക്കും വിദേശത്തേക്കും ഒഴുകുന്ന പ്രവണത തടയാൻ ലക്ഷ്യമിട്ടാണ് നോളജ് വാലി പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റബ്ബറിന് കുറഞ്ഞത് 250 രൂപ വില ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവും ശ്രദ്ധേയം. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച തീരുമാനത്തിന് ആ മേഖലയിൽ നിന്ന് നിറഞ്ഞ കയ്യടി ലഭിച്ചു. ചുരുക്കത്തിൽ വ്യവസായ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കാഹളം മുഴക്കുന്ന ബജറ്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ് വി ഡി സതീശൻ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് TCV. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വഞ്ചന എന്ന് തെളിയിക്കുന്നതാണ് ബജറ്റെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ്. ബജറ്റ് വട്ടപൂജ്യമാണ്, LKG നിലവാരം പോലുമില്ല. UDFന്റെ കവല പ്രസംഗത്തോട് ഉപമിക്കാവുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം. ബജറ്റിൽ വിസ്മയമുണ്ടായില്ലെന്നും മുമ്പ് പറഞ്ഞത് UDF വിസ്മരിച്ചതായും LDFിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല UDF എന്നും കൃഷ്ണദാസ് പറഞ്ഞു. കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തികച്ചും വഞ്ചനയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ബജറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി വാഗ്ദാനങ്ങളാണ് മലയാളികൾക്ക് കോൺഗ്രസ് നൽകിയത്. പക്ഷെ തങ്ങൾ നൽകിയിട്ടുള്ള ഈ വാഗ്ദാനങ്ങളെല്ലാം അതൊരു വഞ്ചനയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച UDFന്റെ ആദ്യത്തെ ബജറ്റ്. ഈ ബജറ്റ് എന്ന് പറയുന്നത് കേവലം വട്ടപൂജ്യമാണ്, ശൂന്യമായ ബജറ്റാണ്. ഒരു LKG നിലവാരം പോലും ഈ ബജറ്റിനില്ല. കോൺഗ്രസ് അവതരിപ്പിച്ച പ്രകടന പത്രികയുടെ ആവർത്തനമായി ഈ ബജറ്റ് മാറിയിരിക്കുന്നു. സത്യത്തിൽ ഒരു UDFന്റെ കവല പ്രസംഗത്തോട് ഉപമിക്കാൻ പറ്റുന്നതായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം. മാത്രമല്ല, ഒരു പുതിയ സർക്കാരിൽ നിന്ന് നമ്മൾ പുതിയ സാമ്പത്തിക നയ സമീപനങ്ങളാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് വിസ്മയമുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഈ ബജറ്റിൽ ഒരിടത്തും വിസ്മയമുണ്ടായില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നതൊക്കെ വിസ്മരിക്കുകയാണ് ചെയ്തത്. സംസ്ഥാന ബജറ്റിൽ തൃശൂർ ജില്ലയ്ക്കും പരിഗണന. തൃശൂർ തേക്കിൻകാട് മൈതാനം നവീകരിക്കാൻ 10 കോടി രൂപ അനുവദിച്ചു. തൃശൂരിൽ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ സംഗീത അക്കാദമിക്ക് 5 കോടി രൂപയും കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും നീക്കിവച്ചു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കാനും ബജറ്റിൽ പദ്ധതിയുണ്ട്. ജോൺസൺ മാസ്റ്ററുടെ സ്മരണാർത്ഥം തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തെ ജോൺസൺ ഫൗണ്ടേഷൻ സ്വാഗതം ചെയ്തു. നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിൽ യാഥാർത്ഥ്യമാക്കിയ വി ഡി സതീശന്റെ നടപടി പ്രശംസനീയമാണെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ MP വിൻസെന്റും കൺവീനർ ഔസേപ്പച്ചനും അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ ജോൺസൺ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. മലയാളികൾക്കെല്ലാം അഭിമാനമായ, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടിയായ ജോൺസൺ മാഷുടെ പേരിൽ ഒരു സംഗീത അക്കാദമി വരുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്നത് ശ്രീ ഔസേപ്പച്ചനാണ്. ജോൺസൺ ഫൗണ്ടേഷൻ്റെ കൺവീനറാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ തൃശ്ശൂരിലെത്തിയപ്പോൾ ഉന്നയിച്ചൊരാവശ്യം അംഗീകരിക്കുകയായിരുന്നു. ബജറ്റിലല്ലേ പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും, ഒരുപക്ഷെ നടക്കുമായിരിക്കും, എന്നാലും ഒരു ഉറപ്പില്ല. കാരണം ഗവൺമെൻറ് കാര്യങ്ങളാണ്. ഇലക്ഷന് മുമ്പാണ് അദ്ദേഹം ഇത് നമ്മളുടെ അടുത്ത് വാഗ്ദാനം ചെയ്തത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ ഡേ ബിഫോർ, തലേ ദിവസം
എന്നെ ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ബീയിങ് എ തൃശ്ശൂർ ഇവിടുത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരൊറ്റ കാര്യം. ആദ്യമേ അദ്ദേഹം പറഞ്ഞു, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്, പിന്നെ ഞാൻ അന്ന് പറഞ്ഞ വാക്ക് വെറും വാക്കല്ല കേട്ടോ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ മാറ്റർ. കാരണം ഒരു അക്കാഡമി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടി ഇത്ര മാത്രം രൂപ വേണ്ടി വരുന്നൊരു കാര്യമാണ്. അത് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സെന്ന് ഞാൻ പറയും. മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന പുതിയ തലമുറ പോലും മഴ ജോൺസൺ മാഷ് കട്ടൻചായ എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുന്ന ആ ജോൺസൺ മാഷിൻ്റെ ഒരാഗ്രഹമായിരുന്നു മ്യൂസിക് അക്കാദമി. അത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പ്രാവർത്തികമാക്കാൻ ഔസേപ്പച്ചൻ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു. അത് പ്രാവർത്തികമായി. എന്തായാലും തൃശ്ശൂരിനെ അഭിമാനിക്കാം. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. ഭാര്യയെ മർദ്ദിച്ച കേസിൽ BJP തൃശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ രാജിവെച്ചു. BJP സംസ്ഥാന അധ്യക്ഷനാണ് രാജിക്കത്ത് അയച്ചത്. തന്റെ ചോരയ്ക്കായി പലരും ദാഹിക്കുന്നുവെന്ന് കത്തിൽ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടി. ഭാര്യയെ മർദ്ദിച്ചെന്ന പരാതിയിൽ മതിലകം പോലീസ് ശ്രീകുമാറിനെതിരെ കേസെടുത്തിരുന്നു. വധശ്രമമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മതിലകം പോലീസ് കേസെടുത്തത്. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമുള്ള ഭാര്യയുടെ പരാതിയിലാണ് നടപടി. മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. തന്നെ മുൻപും ശ്രീകുമാർ പലതവണ മർദ്ദിച്ചിട്ടുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാര്യ പ്രിയങ്ക പറഞ്ഞു. അതേസമയം ശ്രീകുമാറിന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിൽ ഗുണ്ടാ നേതാവ് കല്ലാടൻ ഗിരീഷിനെ ഇന്നലെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ശ്രീകുമാറിനെ രണ്ടാം പ്രതിയായും കേസെടുത്തിരുന്നു. രാജിവെച്ച BJP തൃശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം. തൃശൂർ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. ശ്രീകുമാറിനെതിരെ കെട്ടിച്ചമച്ച പരാതിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്ന് ശ്രീകുമാറിന്റെ അഭിഭാഷകനും BJP സംസ്ഥാന ഉപാധ്യക്ഷനുമായ B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഒരുമനയൂരിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒരുമനയൂർ തൈക്കടവ് സ്വദേശി മാളിയേക്കൽ 55 വയസ്സുള്ള നൌഷാദാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. നൌഷാദ് സഞ്ചരിച്ച സ്കൂട്ടറിന് പിറകിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഷാദിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബ്ലാങ്ങാട് ബീച്ചിൽ പ്രവർത്തിക്കുന്ന സിമന്റ് സ്ഥാപനത്തിൽ ഡ്രൈവറായ നൌഷാദ് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്കിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എറിയാട് ചേരമാൻ ജംഗ്ഷനു സമീപം കോമു റോഡിൽ താമസിക്കുന്ന എടവനക്കാട് സ്വദേശി കുട്ടേപ്പടി വീട്ടിൽ 44 വയസ്സുള്ള നിസാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. അഴീക്കോട് ചാമക്കാല റോഡിൽ നിന്നും കോമു റോഡിലേക്ക് തിരിയുന്നതിനിടെ നിസാർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ബൈക്കിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജില്ലയിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി പഴയ കെട്ടിടങ്ങൾ. തൃശൂർ കോർപ്പറേഷനിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയില്ല. തകർന്നു വീഴാറായ കാലപ്പഴക്കം ചെന്ന നിരവധി കെട്ടിടങ്ങളാണ് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊടകരയിൽ ഒരു പഴയ കെട്ടിടം തകർന്നു വീണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചത് നമ്മുടെ കൺമുന്നിൽ ഉള്ളതാണ്. ഇത് കൊടകരയിലെ മാത്രം അവസ്ഥയല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട്. ഇവിടെയെല്ലാം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ്. സ്വരാജ് റൗണ്ടിലെ ഒരു തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പ്രേക്ഷകർക്കായി കാണിക്കാം. ഇതാണ് ആ ദൃശ്യം. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു വീണ ആ കെട്ടിടമാണ്. അതീവ ഗുരുതരാവസ്ഥയിലായി കാലപ്പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു. ഇതുപോലെ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും സ്വരാജ് റൗണ്ടിലുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ തകർന്നു വീണ കെട്ടിടങ്ങൾ എന്തുകൊണ്ട് പൊളിച്ചു നീക്കുന്നില്ല? ഇവിടെ ഇപ്പോഴും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ 146 പരം കെട്ടിടങ്ങൾ അതീവ അപകടാവസ്ഥയിലാണെന്ന് കോർപ്പറേഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ കെട്ടിടങ്ങളിൽ, ഇത് കോർപ്പറേഷനിലെ മാത്രം അവസ്ഥയല്ല, ജില്ലയുടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള കെട്ടിടങ്ങൾ ഇതുപോലെ തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട്. അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടങ്ങളിൽ നിരവധി പേർ തൊഴിലെടുക്കുന്നുമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലെ പരിധിയിലുള്ള ആ പഴയ കെട്ടിടങ്ങൾ മുൻനിർത്തി TCV അന്വേഷിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ എണ്ണം 140 മുകളിലാണ്. ഓരോ കാലവർഷത്തിലും പഴയ കെട്ടിടങ്ങൾ നിലംപതിച്ചുണ്ടാവുന്ന അപകടങ്ങളും നിരവധിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയും കോർപ്പറേഷനും സംയുക്തമായി പരിശോധന നടത്തി പഴയ കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു.
ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കഴിഞ്ഞ ഭരണസമിതി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി തൃശൂർ നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ അത് മുന്നോട്ട് പോവുകയുണ്ടായില്ല. അത് സംബന്ധിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ മേയർ MK വർഗീസ് തന്നെ നമ്മളോട് പറയും, വലിയ അപകടാവസ്ഥ മുന്നിൽ നിൽക്കുകയായിരുന്നു, വലിയ അപകടം തൊട്ട് കഴിഞ്ഞ വർഷം കഴിയുകയും ചെയ്തു, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒട്ടും മുന്നോട്ട് പോവുകയുണ്ടായില്ല. എന്താണ് സംഭവിച്ചത്? നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ. തൃശ്ശൂർ റൗണ്ട് വളരെ കാലപ്പഴക്കമുള്ളതാണ്. അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലുള്ള കെട്ടിടങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു മിനുക്കുപണിയുമ്പോൾ നിലനിന്ന് പോകും. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ 144ഓളം ബിൽഡിങ്ങുകൾ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നാളെ ഇതുവരെ ഒരു തരത്തിലുള്ള റിപ്പോർട്ടിന് പകരം അതിൻ്റെ ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എവിടുന്ന് കിട്ടേണ്ടത്? അത് കളക്ടറാണ് നടപടി എടുക്കേണ്ടത്. തീർച്ചയായും ആ നടപടിയിലേക്ക് പോകട്ടെ. ചില സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ പേരിലാണ് വളരെ അപകടാവസ്ഥയിലുള്ള പല കെട്ടിടങ്ങളും തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ വിലപിക്കുന്നതിനപ്പുറം ഇപ്പോൾ തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത്തരം ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ഉജ്ജ്വല വിജയം. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 3 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ചെറുതുരുത്തി നെടുമ്പുര സ്വദേശികളായ 12 വയസ്സുള്ള വിദ്യാർത്ഥിനിക്കും 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ വിദ്യാർത്ഥിനികൾക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പനിയും വയറിളക്കവും ബാധിച്ചതിനെ തുടർന്ന് കുട്ടികൾ ആദ്യം ചെറുതുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സ തേടിയത്. പിന്നീട് ഇവരെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. വിദഗ്ധ പരിശോധനകൾക്ക് വിധേയരാക്കി. പ്രദേശത്ത് പ്രതിരോധ നടപടികളും നിരീക്ഷണവും ശക്തമാക്കി. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കുട്ടിയാന ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ മേഖലയിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചും നാട്ടുകാർ കാട്ടാനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പുലർച്ചെ 3 മണിവരെ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം തമ്പടിച്ചു. സമീപത്തെ യൂക്കാലിത്തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നടത്തറ വലക്കാവ് വഴി പീച്ചി വരെ KSRTC ബസ് റൂട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KSRTC സൂപ്രണ്ടിന് നിവേദനം നൽകി. നടത്തറ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത് ചാക്കോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മെമ്പർമാരാണ് നിവേദനം നൽകിയത്. കോൺഗ്രസ് മെമ്പർമാരായ ജോയ്സൺ അച്ചാണ്ടി, VA കൃഷ്ണൻ, ഷെർലി മോഹൻ, സന്ധ്യ ശിവദാസ്, വിജേഷ് സാബു, സൌമ്യ എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. 9 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. കണിമംഗലം നെടുപുഴ കരങ്ങേര വീട്ടിൽ വിജുവാണ് അറസ്റ്റിലായത്. പെരിങ്ങാവിൽ നിന്ന് സ്കൂളിലേക്ക് ഓട്ടോയിൽ കയറിയ വിദ്യാർത്ഥിനിയെ സ്കൂളിന് സമീപത്തെ ആൾസഞ്ചാരമില്ലാത്ത റോഡിൽ വെച്ച് പ്രതി ഓട്ടോ നിർത്തി ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയോട് പെരുമാറിയെന്നാണ് കേസ്. തൃശൂർ ഈസ്റ്റ് പോലീസ് പ്രതിക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്ന് വായനാ ദിനം. വായനയുടെ പ്രാധാന്യം വിളിച്ചോതി വീണ്ടും ഒരു വായനാ ദിനം. വായനയുടെ വെളിച്ചം ഒരിക്കലും അണയരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. മഷിയുടെ മണി നിറഞ്ഞ വായനശാലകൾ, കൈമാറിക്കൊണ്ടിരുന്ന കഥാപുസ്തകങ്ങൾ, വായിച്ചു തീർക്കാനുള്ള ആകാംക്ഷയിൽ ഉറക്കം പോലും മറന്നിരുന്ന സായാഹ്നങ്ങൾ, ഇവയെല്ലാം ഇന്നൊരു മധുരസ്മരണയായി മനസ്സിൽ തെളിയുന്നു. വിഖ്യാത സാഹിത്യകാരൻ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് നാം വായനാ ദിനം ആചരിക്കുന്നത്. മലയാള സാഹിത്യത്തിന് അടിത്തറ പാകിയത് PN പണിക്കരുടെ ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് PN ആഗ്രഹിച്ചു. 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല സ്ഥാപിച്ചാണ് വായനയാത്ര തുടങ്ങിയത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും ലക്ഷക്കണക്കിന് വായനക്കാർക്ക് പ്രചോദനമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ ഓർക്കാതെ ഒരു വായന ദിനവും കടന്നുപോകില്ല. ഈ വരികൾക്ക് ഏറെ പ്രസക്തിയേറുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. വായനയ്ക്കൊപ്പം തന്നെ വാക്കും ഭാഷയും മരിക്കുന്ന കാലം.
കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പുസ്തകം ആർത്തിയോടെ വായിച്ചു തീർത്ത കാലമല്ലിത്. കേട്ടോ കണ്ടോ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുന്ന സമൂഹവുമായി ഒരു ഫോൺ സ്ക്രീനിലേക്ക് ഒതുങ്ങിപ്പോയി പുതുതലമുറ. വായനാ ദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. പുസ്തകങ്ങളിലേക്ക് മടങ്ങി വരാൻ, അക്ഷരങ്ങളോട് കൂട്ടുകൂടാൻ, അറിവിന്റെ പ്രകാശം ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ. ന്യൂസ് ഡെസ്ക് TCV. ലളിതമായ വരികളിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയ പ്രമുഖ കവിയും ബാലസാഹിത്യകാരനുമായ ഇ ജിനന്റെ സാഹിത്യ ജീവിതം 5 പതിറ്റാണ്ട് പിന്നിടുന്നു. മലയാള ബാലസാഹിത്യ രംഗത്ത് തനതായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്നും പുതിയ രചനകളുമായി സാഹിത്യ ലോകത്ത് സജീവ സാന്നിധ്യമാണ്. മണപ്പുറത്തിന്റെ സാഹിത്യ പ്രതിഭയായിരുന്ന EVG എന്നറിയപ്പെട്ടിരുന്ന EV ഗോപാലൻ മാസ്റ്ററുടെ മകനായ ജിനൻ ചെറുപ്പം മുതലേ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നു. ചെറുപ്പത്തിലെ കുറിച്ച് നോക്കി പല കവിത വായിച്ചു നോക്കുമ്പോൾ ഇതുപോലെ എഴുതിയാൽ എങ്ങനെയാണ് വിചാരിച്ചിട്ട് എഴുതിയൊന്നും ശരിയായിട്ടില്ല. അച്ഛനെഴുത്തുകാരൻ അച്ഛൻ്റെ കൊടുക്കുമ്പോൾ അച്ഛൻ അത് തിരുത്തും. അപ്പൊ ഞാൻ വിചാരിച്ചു അതുപോലെ അല്ല, അപ്പൊ അത് ഉപേക്ഷിച്ചു. പിന്നീട് വായന തന്നെയായി. ഒരു ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. ഗ്രാമഫോണിൽ അച്ഛൻ എഴുതുമ്പോൾ ആ ഡിസ്ക് വെച്ചിട്ട് പാട്ട് വരും. സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ശരിക്കൊരു ചിത്രം മനസ്സിൽ വരും. ആകാശത്തിലേക്ക് കൂടാണ്ട് മനസ്സൊക്കെ ആകാശത്തേക്ക് പോയിട്ട് അതുപോലെ ഞാൻ ഭാസ്കരൻ മാഷ കവിതയാണ് അച്ഛൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ആസ്വദിച്ചിട്ടാണ് കവിതയിലേക്ക് വന്നത്. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പഠനകാലത്ത് കൈയെഴുത്ത് മാസികകളിലൂടെയായിരുന്നു സാഹിത്യയാത്രയുടെ തുടക്കം. തുടർന്ന് നിരവധി സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയും തന്റെ രചനകൾ വായനക്കാരിലെത്തിച്ചു. 1975 പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കിനാവ് എന്ന കവിതയോടെയാണ് സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ അരങ്ങേറ്റം. TCV കയ്പമംഗലം. വായനക്കാർ പുസ്തകങ്ങളെ തേടിയെത്തുന്ന സാമ്പ്രദായിക രീതികളെ പൊളിച്ചെഴുതുകയാണ് എഴുത്തുകാരൻ ഷെഫി കൊട്ടാരത്തിൽ. സാഹിത്യവേദികളിലും സംഘടനകളുടെ സമ്മേളന സ്ഥലങ്ങളിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും തന്റെ കവിതാ സമാഹാരവുമായി ഈ എഴുത്തുകാരൻ എത്തും. 10 വർഷം മുമ്പ് എഴുതി പ്രസിദ്ധീകരിച്ച സമാക്ഷരങ്ങളുടെ സമർപ്പണം എന്ന നുറുങ്ങ് കവിതാ സമാഹാരമാണ് ഷെഫി വായനക്കാരെ തേടിപ്പിടിച്ച വിൽപ്പന നടത്തുന്നത്. ഇതുവരെ ഈ പുസ്തകത്തിന്റെ നിരവധി കോപ്പികൾ ഇങ്ങനെ വിറ്റഴിച്ചിട്ടുണ്ട്. 30ഓളം നുറുങ്ങ് കവിതകൾ അടങ്ങിയ ഈ പുസ്തകത്തിന്റെ 22ാം പതിപ്പാണ് ഈ യുവ എഴുത്തുകാരൻ സഹൃദയരെ തേടിയെത്തി വിൽപ്പന നടത്തുന്നത്. 2 പുസ്തകം ചെയ്തിട്ടുണ്ട്. സമാക്ഷരങ്ങളുടെ സമർപ്പണം എന്നായിരുന്നു ആദ്യ പുസ്തകത്തിന്റെ പേര്. അതിപ്പോ 22ാം പതിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 2ാമത്തെ പുസ്തകം പ്രണയാക്ഷരങ്ങളുടെ കിതാബ്, അതിപ്പോ ഓൾമോസ്റ്റ് 6th എഡിഷൻ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജോലി മാർക്കറ്റിംഗ് ആണ്. പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീൽചെയർ ക്രിക്കറ്റിൻ്റെ സ്റ്റേറ്റ് പ്ലെയറാണ്. വ്യാഴാഴ്ച കൊടകരയിൽ നടന്ന കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന നഗറിലും ഷെഫി പുസ്തകവുമായി എത്തി. ഈ യുവ പ്രതിഭ സമാക്ഷരങ്ങളുടെ സമർപ്പണം എന്ന പുസ്തകത്തിന് ആമുഖക്കുറിപ്പ് എഴുതിയത് പ്രശസ്ത എഴുത്തുകാരായ NS മാധവൻ, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, സോബിൻ മഴവീടൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരാണ്. ഷെഫിയുടെ പ്രണയാക്ഷരങ്ങളുടെ കിതാബ് എന്ന 2ാമത്തെ പുസ്തകവും ആസ്വാദകരുടെ പ്രശംസ നേടിയിട്ടുണ്ട്. ഇതിന്റെ 6ാം പതിപ്പ് ഇറക്കുന്ന തിരക്കിലാണ് ഷെഫി. ഭിന്നശേഷിക്കാരനായ ഷെഫി ചേർപ്പ് പടിഞ്ഞാറ്റുമുറി സ്വദേശിയാണ്. തൃശൂരിന് പുറമെ എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും പുസ്തകവുമായി ഈ യുവാവ് വായനക്കാരെ തേടിയെത്താറുണ്ട്. കേരള വീൽചെയർ ക്രിക്കറ്റ് ടീം അംഗമായ ഷെഫി മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ വാസന്തിയടക്കം ഏതാനും സിനിമകൾക്കും നിരവധി ഡോക്യുമെന്ററികൾക്കും ഷെഫി ശബ്ദം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. ബസ് ഷെൽട്ടറിൽ വായനശാലയൊരുക്കി വായനാ ദിനത്തിന് പുതിയ മുഖം നൽകുകയാണ് പരിയാരം പഞ്ചായത്തിലെ 14ാം വാർഡ് വികസന സമിതി. അതിരപ്പള്ളി റോഡിലെ വേളൂക്കരയിൽ പുസ്തകങ്ങൾക്ക് കൂടി ഇരിപ്പിട സൗകര്യമുണ്ടാക്കിയ ബസ് ഷെൽട്ടർ നിർമ്മാണത്തിന് 2.5 ലക്ഷം രൂപ ചെലവ് വന്നു. പറുദീസ റിട്ടയർമെന്റ് ലിവിംഗ് ഹോംസ് എന്ന സ്ഥാപനമാണ് ഇതിനുള്ള തുക നൽകിയത്. പഞ്ചായത്ത് അംഗം VM ടെൻസന്റെ ആശയം വാർഡ് വികസന സമിതി പ്രാവർത്തികമാക്കുകയായിരുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിൻഭാഗത്ത് പുസ്തകങ്ങൾ വയ്ക്കുവാൻ പുതിയൊരു ഷെൽഫ് നിർമ്മിച്ചു. ഇതിൽ നിന്നെടുക്കുന്ന പുസ്തകങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കാം. ബസ് വരുന്നതുവരെ വിരസത ഒഴിവാക്കാൻ കഴിയുമെന്നാണ് VM ടെൻസൻ പറയുന്നത്. താല്പര്യമുള്ളവർക്കാകട്ടെ തൊട്ടടുത്തുള്ള രജിസ്റ്ററിൽ പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. വായന കഴിഞ്ഞ് തിരിച്ചെത്തിക്കണം. പ്രത്യേക ഫീസ് ആവശ്യമില്ല. ഇതിനായി 300ഓളം പുസ്തകങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് കം വായനശാല കാണുവാനായി നിരവധി പേർ എത്തുന്നുണ്ട്. വായനശാലയുടെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ജോസഫ് നിർവഹിച്ചു.
മുഖ്യാതിഥിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിപ്സി ജേറ്റസ് വായനാദിന സന്ദേശം നൽകി. TCV ന്യൂസ്, ചാലക്കുടി. വായനാ ദിനത്തിൽ പുസ്തകങ്ങളെയും കൃഷിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ചാലിശ്ശേരി സ്വദേശി രാജേന്ദ്രനെ പരിചയപ്പെടാം. വിപുലമായ പുസ്തക ശേഖര സമ്പന്നമാണ് രാജേന്ദ്രന്റേത്. പെരുമണ്ണൂർ ചിദംബരം വീട്ടിൽ KS രാജേന്ദ്രൻ 63-ാം വയസ്സിലും കർമ്മനിരതനാണ്. അക്ഷരങ്ങളോടും കൃഷിയോടും ഒരുപോലെ സ്നേഹം. ഒരു പുസ്തകം വായിച്ചു തീർന്നാൽ അടുത്ത പുസ്തകത്തിനായുള്ള കാത്തിരിപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പതിവാണ്. കല, സാഹിത്യം, സംസ്കാരം, കൃഷി, പരിസ്ഥിതി തുടങ്ങി വിവിധ മേഖലകളിലായി 500-ലധികം പുസ്തകങ്ങൾ വീട്ടിലെ ശേഖരത്തിലുണ്ട്. പ്രകൃതിയെയും ഗ്രാമജീവിതത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വായന വഴികാട്ടിയായെന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും പുസ്തകം വായനയിൽ ശ്രദ്ധിക്കണം. വലിയൊരു ആചാര്യൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ദിനം കൊണ്ടുവരുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളും. സ്വാഭാവികമായും അത് ഏറ്റുവാങ്ങാൻ ശ്രമിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളിലൂടെ വേണം ഇനി വളരുക. ഈ വായനാ ദിനത്തിൽ പറയുവാനുള്ളത്, ലഹരികളുടെ കൂടെയും മറ്റുള്ള പ്രശ്നങ്ങളുടെ കൂടെയും പോവാതെ പച്ചപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഭൂമിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം ഭൂമിയിലെ ജീവിതം ഇതുണ്ടെങ്കിലാണ് വായനയും മറ്റു കാര്യങ്ങളും മുഴുവനുള്ളത്. പുസ്തകത്താളുകളിൽ നിന്ന് ലഭിച്ച അറിവ് ജീവിതത്തിലേക്കും കൃഷിയിടങ്ങളിലേക്കും പകർത്തുകയാണ് രാജേന്ദ്രൻ. ചാലിശ്ശേരി പെരുമണ്ണൂർ പാടശേഖര സമിതിയുടെ പ്രസിഡന്റായ അദ്ദേഹം കാർഷിക മേഖലയിലും സജീവ സാന്നിധ്യം. കാർഷിക സംരംഭകയായ സുജാതയാണ് ഭാര്യ. TCV ന്യൂസ്, കുന്നംകുളം. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളികാലം. ഓരോ ലോകകപ്പിലും ആവേശം ആകാശത്തോളം ഉയർത്താൻ ഔദ്യോഗിക ഗാനങ്ങളുണ്ടാകും. ഇത്തവണ ഗാനം ആലപിച്ചത് ഷക്കീറയാണ്. ലോകകപ്പിലെ ആതിഥേയ രാജ്യത്തിന്റെ ഭാഷയും നൃത്തവും സംസ്കാരവും ഒത്തിണക്കിയാണ് ഭൂരിഭാഗം ഗാനങ്ങളും ഒരുക്കാറുള്ളത്. 1962 മുതൽ ഓരോ ലോകകപ്പിനും ഔദ്യോഗിക ഗാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 1998 പുറത്തിറക്കിയ ഗാനം ചരിത്രമായി മാറി. പന്തിന്റെ ആവേശവും കലർത്തി ഗാനമൊരുക്കിയത് ഷക്കീറയാണ്. വക്ക വക്ക എന്ന ഗാനം ലോകകപ്പിനായി ഗാനമൊരുക്കിയതും ഷക്കീറയാണ്. നൈജീരിയൻ ഗായകൻ ബുർണ ബോയ്ക്കൊപ്പം ചേർന്നാണ് പാട്ടൊരുക്കിയത്. വക്ക വക്ക എന്ന ഗാനത്തോളം വരികില്ലെങ്കിലും ദായ് ദായ് എന്ന പാട്ടാണ് ഇത്തവണത്തെ ലോകകപ്പിന്റെ ഉണർത്തുപാട്ട്. ഇതേസമയം സമാന്തരമായി പുറത്തിറക്കിയ ചാമ്പ്യൻസ് എന്ന ഗാനം വമ്പൻ ഹിറ്റാണ്. ഇത്തവണ ലോകകപ്പ് ഗാനങ്ങളിൽ ലോകം ഏറെ ആവേശത്തോടെ കേട്ടത് യൂട്യൂബർ ഐഷോ സ്പീഡ്സിന്റെ ചാമ്പ്യൻസ് ഗാനമാണ്. സ്പോർട്സ് ഡെസ്ക്, TCV. ഇഷ്ട ടീമുകൾക്കും താരങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച് നാടെങ്ങും ഉയരുന്ന ഫ്ലക്സുകൾ ലോകകപ്പ് ആവേശത്തിന്റെ അടയാളങ്ങളായി മാറുമ്പോൾ തൃശൂരിലെ ചക്കാമുക്ക് ദേശമൊരുക്കിയ ഫ്ലക്സ് വേറിട്ട കാഴ്ചയായി ശ്രദ്ധ നേടുകയാണ്. സാധാരണ താരചിത്രങ്ങൾക്കോ ടീം ഫ്ളാഗുകൾക്കോ പകരം തൃശൂരിന്റെ സ്വന്തം കലാരൂപമായ പുലിക്കളിയെയാണ് ഇവർ ലോകകപ്പ് ആഘോഷവുമായി ചേർത്ത് വെച്ചിരിക്കുന്നത്. മെസ്സി, നെയ്മർ, റൊണാൾഡോ തുടങ്ങിയ ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങൾ ഇത്തവണ എത്തുന്നത് പുലികളുടെ രൂപത്തിലാണ്. 40 അടി ഉയരമുള്ള ഭീമൻ ഫ്ലെക്സിലാണ് ഈ കലാസൃഷ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു വശത്ത് ലോകകപ്പ് ട്രോഫിയും മറുവശത്ത് പുലിക്കളിയുടെ ചടുലതയും ചേർന്നപ്പോൾ ഫുട്ബോൾ പ്രേമവും തൃശൂരിന്റെ കലാപാരമ്പര്യവും ഒരേ ഫ്രെയിമിൽ ഒത്തുചേർന്നു. ലോകകപ്പ് ആവേശം പ്രകടിപ്പിക്കാൻ പതിവ് വഴികളിൽ നിന്ന് മാറി സഞ്ചരിച്ച ഈ ആശയം ഇതിനോടകം തന്നെ വഴിയാത്രക്കാരുടെയും ഫുട്ബോൾ ആരാധകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇപ്പൊ മറ്റ് ഫ്ലെക്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനൊരു ആശയം കൊണ്ടുവരാൻ എന്തായിരുന്നു കാരണം? ആശയം കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ചക്കാമുക്ക് ദേശം പുലിക്കളിയുടെ ഭാരവാഹികളിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണ്. കുറച്ച് പേരും കൂടി ഉണ്ട്, അവരില്ല, ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ പുലിക്കളിയും ഈ വേൾഡ് കപ്പ് ഞങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഞങ്ങളെല്ലാവരും അതുപോലെ ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാ ടീമിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് നമ്മുടെ അവിടെ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ ചക്കാമുക്ക് സെൻറ്ററിലാണ് വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലക്സുകൾ വയ്ക്കാറ്. ഞങ്ങളുടെ പുലിക്കളിയുടെ ഫ്ലക്സുകൾ പല സ്ഥലത്തും വയ്ക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ടൊരു ഫ്ലക്സ് വയ്ക്കാറുണ്ട് പുലിക്കളിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അത്
നമ്മൾ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിനോട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടിൻ്റെ ആവേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേൾഡ് കപ്പ് കഴിയുന്നതോടെ ഞങ്ങളുടെ പുൽക്കളിയുടെ തിരക്കുകളിലേക്ക് കിടക്കും. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആശയം ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾ തന്നെ വെച്ചതാണ്, എല്ലാവരും കൂടി സഹകരിച്ച് വെച്ചതാണ്. ഇതിൽ എല്ലാ ടീമിൻ്റെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ദേശം ചക്കാകു ദേശം പുലിക്കളി സംഘം ആണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ആര് കപ്പടിക്കുന്നതാണ് പ്രതീക്ഷ? അതിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ കപ്പടിക്ക് കഴിഞ്ഞാൽ പലരും പല അഭിപ്രായം പറയും. ഞങ്ങൾ ബ്രസീലിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാവരും പല ടീമുകൾ, അർജന്റീന ഒരു ടീം, അർജന്റീന ഒരു ടീം, ബ്രസീൽ, അങ്ങനെയുള്ള ഒരു ഇത് മാത്രമുള്ള ആശയങ്ങൾ. ഞങ്ങളെ ഫ്ലക്സൊക്കെ ഞങ്ങളവിടെ ബ്രസീലിൻ്റെ ആളാണ്. ഇപ്രാവശ്യം പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കപ്പടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ആരാധന പല താരങ്ങളോടാണെങ്കിലും ആഘോഷം ഒന്നായിരിക്കണമെന്ന ചിന്തയാണ് ചക്കാമുക്ക് ദേശത്തെ ഒരുമിപ്പിച്ചത്. വ്യത്യസ്ത ടീമുകളുടെയും താരങ്ങളുടെയും ആരാധകർ ചേർന്നൊരുക്കിയ ഈ ഫ്ലെക്സ് ലോകകപ്പ് ആഘോഷങ്ങൾക്കപ്പുറം കൂട്ടായ്മയുടെ സന്ദേശം കൂടി പങ്കുവെക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം ഫ്ലെക്സുകളിലൂടെ നിറയുമ്പോൾ ചക്കാമുക്ക് ദേശം തന്റെ ഇഷ്ടതാരങ്ങളെ പുലികളാക്കി മാറ്റിയിരിക്കുകയാണ്. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV. KPCC വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ MN കാരശ്ശേരിക്ക് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് സമഗ്ര സംഭാവന പുരസ്കാരം. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പുരസ്കാരം സമ്മാനിക്കും. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണം നടത്തും. KPCC വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയാകും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡ് നിർണയ കമ്മിറ്റി അംഗം MP സുരേന്ദ്രൻ, വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, സംസ്ഥാന സെക്രട്ടറി രാമചന്ദ്രൻ പള്ളിയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആന്റോ കുണ്ടുകുളം, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ എന്നിവർ പങ്കെടുത്തു. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ ദീർഘനേരം നിർത്തിയിടുന്നതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയത് തിരിച്ചടിയായതിന് പിന്നാലെയാണ് ദീർഘനേരം നിർത്തിയിടുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്ന നിലയിലേക്ക് മാറുന്നുവെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത്. KSRTC ബസ് കൂടുതൽ സമയം സ്റ്റാൻഡിൽ നിർത്തിയിടുമ്പോൾ സ്ത്രീ യാത്രക്കാരെല്ലാം സ്വകാര്യ ബസ്സിനെ ഒഴിവാക്കുന്നുവെന്നാണ് ആക്ഷേപം. KSRTC ബസ്സുകൾ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങിപ്പോയാൽ അപ്പോഴുള്ള സ്ത്രീ യാത്രക്കാർ മാത്രമേ കയറുകയുള്ളൂ. മറ്റ് സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ സാധാരണ പോലെ കയറുമെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ ശശി ചക്രമത്ത്, ടോമി ജോസഫ്, MA മനോജ് എന്നിവർ ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും തൃശൂരിൽ ആദരിച്ചു. സ്നേഹാദരം എന്ന പേരിൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, നടൻ ജയരാജ് വാര്യർ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, സെക്രട്ടറി ടോബി തോമസ്, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിനു കീഴിലെ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ആരോഗ്യമേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്ന് ആരോപിച്ച് CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KJ ഡിക്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കരുമത്ര മഹാത്മാ സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജന്മദിന കേക്ക് മുറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ജെയിംസ് കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. NM വിനീഷ്, സന്തോഷ് ഏറക്കാട്ട്, CP ഔസേബ് എന്നിവരും സംസാരിച്ചു. മലബാറിലെ ആചാര കലാരൂപമായ പാനയുടെ പ്രമുഖ ആചാര്യനും വാദ്യകലാകാരനുമായ ആലംകോട് ഇല്ലത്തവളപ്പിൽ ഗംഗാധരൻ നായർ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. പെരുമുക്ക് കാരക്കാട് ഭഗവതി ക്ഷേത്രം, ശുഗപുരം കുളകര ഭഗവതി ക്ഷേത്രം തുടങ്ങിയ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം ഇന്നും നിലനിൽക്കുന്ന പാന വഴിപാടിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളായിരുന്നു ഗംഗാധരൻ നായർ.
തായമ്പകയിലും ചെണ്ടമേളത്തിലും കഴിവ് തെളിയിച്ചിരുന്നു. ഡബിൾ തായമ്പകയിലെ മികവിലൂടെ വാദ്യകലാരംഗത്ത് ശ്രദ്ധേയനായിരുന്നു. ലയൺസ് ക്ലബ് 318D നേതൃത്വത്തിൽ കൃത്രിമ കാലുകൾ നിർമ്മിക്കുന്ന അത്യാധുനിക ആർട്ടിഫിഷ്യൽ ലിം സെന്റർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. മിഷൻ ക്വാർട്ടേഴ്സിലുള്ള ലയൺസ് ക്ലബ് കെട്ടിടത്തിലാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഗ്രാന്റോടെ കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6-ന് ലയൺസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. അപകടങ്ങൾ മൂലമോ രോഗങ്ങൾ മൂലമോ കാലുകൾ നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നിർമ്മിച്ചു നൽകുകയാണ് ഇതിലൂടെ ലയൺസ് ക്ലബ് ലക്ഷ്യമിടുന്നത്. പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് വളപ്പില, തൃശൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് CJ റോണി, സെക്രട്ടറി ആന്റണി പോട്ടോക്കാരൻ, ട്രഷറർ ആന്റണി കുന്നപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. കേരള യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഭവനൻ സെക്യുലർ അവാർഡിന് കവി കുരീപ്പുഴ ശ്രീകുമാർ അർഹനായി. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന പവനൻ അനുസ്മരണ സമ്മേളനത്തിൽ K. രാധാകൃഷ്ണൻ MP പുരസ്കാരം സമ്മാനിക്കും. 13ന്റെ മഹത്വവും മലയാളിയുടെ സാംസ്കാരിക ബോധവും എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ ഡോക്ടർ PK ഗോപൻ പവനൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ജാതിയും മതവും രേഖപ്പെടുത്താതെ പഠിച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മതമില്ലാത്ത ജീവൻ അവാർഡുകൾ നൽകി അനുമോദിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി സന്തോഷ് മാനവം, വൈസ് പ്രസിഡന്റ് TK ശക്തിധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C. ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടറി AR സതീഷ്, ജോയിന്റ് സെക്രട്ടറി MK ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ലോക സംഗീത ദിനമായ ജൂൺ 21-ന് സംഗീതാസ്വാദകർക്കായി പുതിയൊരു പ്രണയഗാനം പുറത്തിറങ്ങുന്നു. വന്നു നീ അന്നെന്റെ അരികിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം നജീം അർഷാദാണ് ആലപിച്ചിരിക്കുന്നത്. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. അർഷാദ് K. റഹീമിന്റേതാണ് വരികൾ. ചെമ്മീൻ ബാൻഡിലൂടെ ശ്രദ്ധേയനായ പഴഞ്ഞി സ്വദേശി സജോ ജോബാണ് ഓർക്കസ്ട്രേഷൻ ഒരുക്കിയിരിക്കുന്നത്. VG ഇമോഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ജൂൺ 21-ന് ഈ ഗാനം പ്രേക്ഷകർക്ക് മുന്നിലെത്തും. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ വാടാനപ്പള്ളി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 11-ന് C. രവീന്ദ്രനാഥ് MLA നിർവഹിക്കുമെന്ന് അധികൃതർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം, വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകൾക്ക് ആദരവ് എന്നിവയും നടക്കും. പ്രസിഡന്റ് വിശ്വനാഥൻ വയക്കാട്ടിൽ, സെക്രട്ടറി MB ബിജു, ഡയറക്ടർമാരായ CB സുനിൽകുമാർ, ഷീല സോമൻ, സാജിദ നവാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പൾമണോളജി സമ്മേളനം സംഘടിപ്പിക്കുന്നു. പ്ലൂറോകോൺ എന്ന പേരിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിലാണ് സമ്മേളനം. പൾമണറി മേഖലയിലെ വിവിധ ശാസ്ത്രീയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ ഫാക്കൽറ്റി അംഗങ്ങളും പ്രതിനിധികളുമായി 200ഓളം പേർ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യത്തെ പേറ്റന്റ് ലഭിച്ച ഇൻഡ്വെല്ലിംഗ് പ്ലൂറൽ കാത്തറ്റർ സെറ്റിന്റെ ഔദ്യോഗിക പ്രകാശനവും നടക്കും. മലങ്കര ആശുപത്രി പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ വിഭാഗം മേധാവിയായ ഡോക്ടർ അഖിൽ പോൾ വികസിപ്പിച്ചെടുത്തതാണ് ഈ നവീനോപകരണം. ഇതുവഴി ചികിത്സാ ചിലവ് ഗണ്യമായി കുറയ്ക്കുകയും കൂടുതൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാനുമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡോക്ടർ അഖിൽ പോൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലങ്കര ആശുപത്രി സെക്രട്ടറി KP സാക്സോൺ, ട്രഷറർ മോൻസി എബ്രഹാം എന്നിവരും പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നടന്ന വായനാ ദിനം പ്രധാനാധ്യാപിക CR സീമ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് T. പോൾ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ അണിനിരത്തി വായനാ ദിന മരം രൂപപ്പെടുത്തി. ജർമ്മൻ സ്വദേശികളായ അധ്യാപക ദമ്പതികൾ ഉട്ട അലാഷ് എന്നിവർ വായനാ ദിനത്തിൽ വിശിഷ്ടാതിഥികളായി. അധ്യാപകരായ കെറ്റി ജോസഫ്, മനിത ഗബ്രിയേൽ, ലിനി ആന്റണി, ടെജി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പരസ്പരം ആ പുസ്തകങ്ങൾ പങ്കുവയ്ക്കണം, പുസ്തകങ്ങൾ നഷ്ടപ്പെടരുത്. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും യുവകവി സിയാദ് M. ഷംസുദ്ദീൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. MGM വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഭാവന ചെയ്ത ഷോ ബോർഡിന്റെ സമർപ്പണം സെക്രട്ടറി ബിജുലാൽ TB നിർവഹിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം AV ബാബു, പ്രധാനാധ്യാപകൻ സനീഷ് മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി VG ഷൈൻ, ലൈബ്രറി കൌൺസിൽ കൺവീനർ സക്കീന EA എന്നിവർ സംസാരിച്ചു.
തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. വായനയുടെ പ്രാധാന്യവും പുസ്തക സംസ്കാരത്തിന്റെ മൂല്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്നു. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വായന മനുഷ്യന്റെ ചിന്താശേഷിയും സർഗാത്മകതയും വളർത്തുന്ന ശക്തമായ ഉപാധിയാണെന്നും ഡിജിറ്റൽ കാലഘട്ടത്തിലും പുസ്തക വായനയുടെ പ്രസക്തി വർദ്ധിച്ചുവരികയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ SM ജീവൻ വായനാ ദിന സന്ദേശം നൽകി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം PN ദേവിപ്രസാദ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സെക്രട്ടറി NS ജയൻ, പെരിഞ്ഞനം ഗവൺമെന്റ് യു സ്കൂൾ പ്രധാനാധ്യാപിക EK ഖദീജാബി, PTA പ്രസിഡന്റ് ER ജോഷി, പെരിഞ്ഞനം പഞ്ചായത്ത് സമിതി കൺവീനർ P രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം GLP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. യുവസാഹിത്യകാരി സിന്ധു ഭദ്ര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക A ഗീത, MPTA പ്രസിഡന്റ് സൌമ്യ അനീഷ്, അധ്യാപിക PX റിൻസി എന്നിവർ സംസാരിച്ചു. സിന്ധു ഭദ്രയുടെ ജീരകമിഠായി എന്ന കൃതി സ്കൂളിന് സമ്മാനിച്ചു. കുട്ടികളുടെ കവിതാലാപനവും കഥപറച്ചിലും ഉണ്ടായിരുന്നു. തൃശൂർ സെന്റ് മേരീസ് UP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. OSA പ്രസിഡന്റ് ജോഷി ചിറമൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിയോൺസ് ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ KA ബെന്നി, PTA വൈസ് പ്രസിഡന്റ് കെന്നഡി, ജോഷി ജോൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി അലക്സ് ജോഷി വീട്ടിലെ ലൈബ്രറി പുസ്തകങ്ങൾ സ്കൂളിലേക്ക് സംഭാവന ചെയ്തു. വായനാ ദിനത്തോടനുബന്ധിച്ച് പുതൂർക്കര APLPSൽ പുസ്തകത്തൊട്ടിൽ എന്ന പുസ്തക സമാഹരണ യജ്ഞം ആരംഭിച്ചു. കുട്ടികളുടെ രചനകൾ അടങ്ങിയ വായനാ പത്രികയുടെ പ്രകാശനം തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു നിർവഹിച്ചു. പ്രധാനാധ്യാപിക AK വിന്നി അധ്യക്ഷത വഹിച്ചു. പുതൂർക്കര ദേശീയ വായനശാല പ്രസിഡന്റ് M നന്ദകുമാർ, അധ്യാപികമാരായ ബിന്ദു, ഷിൻസി എന്നിവർ സംസാരിച്ചു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. കവി സുഗതൻ വെങ്കിടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചൂണ്ടൽ വായനാ ദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ജോഷി പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K പ്രമീള, കോർഡിനേറ്റർ KY ജിബി എന്നിവർ സംസാരിച്ചു. മുറ്റിച്ചൂർ ALP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സർജു ജിബിൻ അധ്യക്ഷനായിരുന്നു. കഥാകൃത്ത് അമ്പയിൽ അഷ്റഫ്, പ്രധാനാധ്യാപകൻ ബൈജു ജോർജ്, അധ്യാപകരായ അമൂല്യ ചന്ദ്രൻ, സഫന തുടങ്ങിയവർ സംസാരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തൃശൂർ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. ഗ്രന്ഥശാല സ്ഥാപകൻ PN പണിക്കരുടെ ഛായാചിത്രത്തിൽ വിദ്യാർത്ഥികൾ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചെറിയ പുസ്തകങ്ങളുടെ പ്രകാശനം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ ലിസി ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. PTA പ്രസിഡന്റ് ടോണി ചിറ്റിലപ്പള്ളി, അധ്യാപകരായ സിസ്റ്റർ കാതറിൻ, ജിനി, അഞ്ജു എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും വികസനത്തിന് മുൻഗണന നൽകി VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. സ്വകാര്യ ബസ്സുകൾക്ക് നികുതി ഇളവ്. സ്വകാര്യ മേഖലയ്ക്ക് ചുവപ്പ് പരവതാനി വിരിച്ച ബജറ്റ്. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് സർക്കാരിന് വെല്ലുവിളിയായേക്കും.
തൃശൂരിൽ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ സംഗീത അക്കാദമിക്ക് 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ജോൺസൺ ഫൗണ്ടേഷൻ. മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. ഭാര്യയെ മർദ്ദിച്ച കേസിൽ ബി.ജെ.പി. തൃശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ രാജിവെച്ചു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാണ് രാജിക്കത്തയച്ചത്. മർദ്ദനക്കേസിൽ ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 2 മരണം. ഒരുമനിയൂരിലും കൊടുങ്ങല്ലൂരിലും സ്കൂട്ടർ യാത്രികർക്ക് ദാരുണാന്ത്യം. ജില്ലയിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി പഴയ കെട്ടിടങ്ങൾ. തൃശൂർ കോർപ്പറേഷനിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയില്ല. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ഉജ്ജ്വല വിജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്ക് ഖത്തറിനെ ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.